നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഉത്തര കേരളത്തിലെ ആർട്ട് ഓഫ് ലിവിംഗ് ആശ്രമമായ മൂട്ടാട്ടി ആശ്രമത്തിൽ വൈദിക് ധർമ്മ സംസ്ഥാൻ കേരളയുടെ നേതൃത്വത്തിൽ നവരാത്രി മഹോത്സവം സംഘടിപ്പിക്കുന്നു. 8 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിലാണ് ആഘോഷ പരിപാടികളെന്ന് ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബംഗളൂരു ഇന്റർനാഷണൽ ആശ്രമത്തിൽ ഗുരുദേവ് ശ്രീ രവിശങ്കറിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പൂജകളും ഹോമങ്ങളും തത്സമയം മൂട്ടാട്ടി ആശ്രമത്തിൽ നടക്കും. ബംഗളൂരു വേദവിജ്ഞാൻ മഹാവിദ്യാപീഠത്തിലെ വേദപണ്ഡിതരാണ് ഹോമങ്ങൾക്കും പൂജകൾക്കും കാർമ്മികത്വം വഹിക്കുക. മഹാചണ്ഡിക ഹോമം, മഹാഗണപതി ഹോമം, സുദർശന ഹോമം, രുദ്രഹോമം എന്നിവയാണ് പ്രധാന ഹോമങ്ങൾ. കൂടാതെ കലാപരിപാടികളും വിദ്യാരംഭവും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മൂടാടിയിൽ അവിടെ നവരാത്രി ആഘോഷം ഇവർ 8-9 തീയതികളിൽ നടക്കുന്നതാണ്. അത് ഈ ഉത്തര കേരളത്തിലെ മുഴുവൻ, അതായത് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ഈ 5 ജില്ലകളിലേക്കുള്ളൊരു ആഘോഷമാണ്. ബാംഗ്ലൂരിൽ നടക്കുന്ന എല്ലാ ഹോമങ്ങളും കുറേ പരിപാടികളൊക്കെ അതേപോലെ തന്നെ ഇവിടെയും നടക്കും. മൂടാടിയിൽ നമ്മുടെ കടൽക്കര ഉരുപുണ്യക്കാവിൻ്റെ അടുത്താണ് നമ്മുടെ ആശ്രമം. അവിടെ 2 കടൽക്കരയിലുമുണ്ട്, കുറച്ച് സ്ഥലമുണ്ട്, മേലെയുണ്ട്. ഈ 8, 9, 10 തീയതികളിലാണ് നടക്കുക. മെയിനായിട്ടുള്ളത് ചണ്ഡിക ഹോമം, ഗണപതി ഹോമം, സുദർശന ഹോമം, രുദ്രഹോമം, പിന്നെ പല കലാപരിപാടികൾ, വിദ്യാരംഭം, ഇതൊക്കെ നടക്കും. നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് വേദിക് കോളേജുണ്ട്, അവിടെ പഠിച്ച പുരോഹിതന്മാരാണ് ഈ പൂജകൾ നടത്തുക 3 ദിവസമായിട്ട്. 8-ാം തീയതി രാവിലെ 8 മണി മുതൽ 10-ാം തീയതി ഉച്ചവരെ പ്രോഗ്രാമുണ്ട്. അന്നദാനമുണ്ട്, കലാപരിപാടികളുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ നമ്മൾ കുറേ പേര് പോകുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ആൾക്കാരെ മാക്സിമം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. പത്രസമ്മേളനത്തിൽ വേദിക് ധർമ്മ സംസ്ഥാൻ കേരള കോർഡിനേറ്റർ KR മനോജ്, ഉത്തര കേരള കോർഡിനേറ്റർ MV രഞ്ജിത്ത്, കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ, ആർട്ട് ഓഫ് ലിവിംഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് രാജേഷ് തെക്കൻ, സെക്രട്ടറി PK രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.